السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاءهم أمر من الأمن أو الخوف أذاعوا به ولو ردوه إلى الرسول وإلى أولي الأمر منهم لعلمه الذين يستنبطونه منهم. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സമസ്ത കേരള ജമിയത്തുൽ ഉലമ നാളെ അതിൻ്റെ 100ാം സ്ഥാപക ദിനമാണ്. 100 വർഷം മുമ്പ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന പണ്ഡിത സഭ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നവറല്ലാഹു മർക്കദഹു മഹാനവറുകളുടെ നേതൃത്വത്തിൽ പ്രഗത്ഭരായ സച്ചരിതരായ നിസ്വാർത്ഥരായ നിഷ്കളങ്കരായ മഹാപണ്ഡിതന്മാർ ഒത്തുചേർന്ന് സംഘടിപ്പിക്കപ്പെട്ടത് സർവജനങ്ങളുടെയും ദുന്യവിയും ഉഖ്റവിയുമായ സമാധാനത്തിനു വേണ്ടിയാണ്. ഭൗതിക ലോകത്തും പാരത്രിക ലോകത്തും നന്മ ലഭിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് പരിശുദ്ധ ഖുർആൻ അംഗീകരിക്കുന്ന റബ്ബന ആതിന ഫിദ്ദുന്യ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ എന്ന പ്രാർത്ഥന നടത്തുന്ന മുസ്ലിം ഉമ്മത്ത്. ഇവിടെ നമ്മുടെ ബഹുസ്വര രാജ്യമായ ഇന്ത്യ രാജ്യത്ത് പരിശുദ്ധ ഇസ്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സമാധാനപരമായ അന്തരീക്ഷത്തിലും സമാധാനപൂർവകമായ രീതിയിലും കടന്നു വന്നിട്ടുള്ള ഒരു രാജ്യമാണ്. മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിയത് ഇന്ത്യയിലാണ്. അന്ന് വിശാലമായ ഇന്ത്യ, പാകിസ്ഥാനും അതുപോലെ ബംഗ്ലാദേശും സിലോണും എല്ലാം ഉൾപ്പെടുന്ന ഇന്ത്യ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽക്ക് തന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യർക്ക് ഏറ്റവും ഗുണകരമായ നിയമങ്ങളും ആശയങ്ങളും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് എന്നത് തർക്കത്തിനവകാശമില്ലാത്ത വിഷയമാണ്. ശേഷം കാലം വളരെയേറെ കഴിഞ്ഞു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ മദീനയിലും ഇസ്ലാമിൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശം സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന കാലഘട്ടമായി. അന്ന് തന്നെ ഇന്ത്യയിൽ ഇസ്ലാം എത്തി എന്നതിൻ്റെ ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ കഴിയും. നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഖാല അഹ്ദാ മലിക്കുൽ ഹിന്ദി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം ജറത്തൻ ഫീഹാ സഞ്ചബീൽ. ഇന്ത്യയിലെ രാജാവ്
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ചെറിയ ഒരു പീപ്പ അല്ലെങ്കിൽ ഭരണി അല്ലെങ്കിൽ ഒരു പാത്രം, ഫീഹാ സഞ്ചബീൽ, അതിൽ ഇഞ്ചി അടക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊന്ന് കാണിക്കയായി, ഹദിയയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തു. ഫഅത്അമ അസ്ഹാബഹു ഖിത്അതൻ ഖിത്അതൻ, അങ്ങനെ അത് കഷ്ണം കഷ്ണമാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സഹാബികൾക്ക് ഭക്ഷിപ്പിച്ചു. വഅത്അമനി മിൻഹാ ഖിത്അതൻ, അതിൽ നിന്ന് ഒരു കഷ്ണം എന്നെയും ഭക്ഷിപ്പിച്ചു എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശേഷം മഹാനവറുകൾ പറയുന്നു, വലം അഹ്ഫദ് ഫീ അക്ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഞ്ചബീല സിവാഹു ഫഖറജ്തുഹു, നബിതങ്ങൾ ഇഞ്ചി ഭക്ഷിച്ചതായി ഈ ഒരു ഹദീസിലല്ലാതെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഹദീസ് ചേർത്തിട്ടുള്ളത് എന്ന് പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന്, അത് നമ്മുടെ വയനാട്ടിൽ നിന്നാണോ നാട്ടിൽ നിന്നാണോ എവിടെ നിന്നാണെന്ന് നമുക്കറിയില്ല, ഏതായിരുന്നാലും ഇഞ്ചി കൊണ്ട് കൊടുത്ത രാജാവിൻ്റെ നാട്ടുകാരാണ് ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ. അപ്പം അന്ന് മുതലേ പരിശുദ്ധ ഇസ്ലാം ഇവിടെ ഇന്ത്യയുമായി ബന്ധം പുലർത്തിയിട്ടുണ്ട് എന്നതിൽ തർക്കത്തിന് അവകാശമില്ല. താജുദ്ദീൻ എന്ന് പേര് പറയപ്പെടുന്ന പെരുമാൾ രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് പോയി ഇസ്ലാം മതം സ്വീകരിച്ചു എന്നാണല്ലോ മുമ്പേ നമ്മൾ കേട്ടുവരുന്ന ചരിത്രം. അത് ഈ രാജാവായിരിക്കാനുള്ള സാധ്യതകൾ ധാരാളമുണ്ടെന്ന് പറയേണ്ടതില്ല. ആ കാലഘട്ടം മുതൽ ഇസ്ലാം കേരളത്തിൽ വന്നു. കേരളം ഇന്ത്യയിൽപ്പെട്ടതായതുകൊണ്ട് ഇന്ത്യയിൽ വന്നു എന്ന് നമുക്ക് പറയാം. അന്ന് മുതൽ വളരെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഈ നാട്ടിലുള്ള മുസ്ലിങ്ങൾ, ഇവിടെയുള്ള അമുസ്ലിം സഹോദരന്മാരുമായി മറ്റ് എല്ലാ വിഭാഗവുമായും വളരെ നല്ല സൗഹാർദ്ദത്തിലും സഹകരണത്തിലുമായി ജീവിച്ചു വന്നു. അവർ ഏറെ മുസ്ലിം വിഭാഗമായ ആളുകളെ, അവരെന്ന് വളരെ ന്യൂനപക്ഷമാണ് എന്ന് പറയേണ്ടതില്ല. ഇസ്ലാം അതിൻ്റെ തുടക്കത്തിൽ പ്രചരിച്ചു വരുന്നേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ വിരലിലെണ്ണാവുന്ന, നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് പോലെ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവും ഷറഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവും ഹബീബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുമൊക്കെ ഈ കേരളത്തിൽ വന്ന് 10 പള്ളികൾ നിർമ്മിച്ചു. ആ 10 പള്ളികൾ 12 ആളുകൾ വന്ന് 10 പള്ളികൾ നിർമ്മിക്കുമ്പോൾ അസമാധാനവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ രാജ്യത്തുള്ള സർവ്വജനങ്ങളും അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തു എന്നതാണ് നമ്മുടെ ചരിത്രം. അങ്ങനെ ആ പള്ളികളിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ശരിയായ ആശയം, ഇസ്ലാമിൻ്റെ ആശയത്തിൽ ഒരിക്കലും തന്നെ തീവ്രവാദമില്ല, ഭീകരവാദമില്ല, അക്രമമില്ല, അനീതിയില്ല, ഒന്നുമില്ല. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി യഇദുക്കും ലഅല്ലക്കും തദക്കറൂൻ എന്ന് എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ കേൾക്കുന്നവരാണ് നാം. അള്ളാഹുവിൻ്റെ കൽപ്പന നീതിയാണ്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ, എല്ലാവർക്കും നന്മ ചെയ്യുക എന്നതാണ്. വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ, അടുത്തവർക്ക് കൊടുക്കുക എന്നതാണ്. അടുത്തവരെ ദുഷിക്കലോ അവർക്കെതിരെ നീങ്ങലോ അല്ല. അടുപ്പം പലതുകൊണ്ടുമുണ്ടാകാം. അയൽവാസികളായി അടുപ്പമുള്ളവരുണ്ടാകാം, അതേപോലെ കുടുംബബന്ധപരമായി അടുപ്പമുള്ളവരുണ്ടാകാം. എങ്ങനെയായിരുന്നാലും വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, നിഷിദ്ധമായ വിഷയങ്ങൾ, തെറ്റായ വിഷയങ്ങൾ അള്ളാഹു വിരോധിക്കുകയാണ്. വൽ ബഗി, അക്രമവും അനീതിയും എല്ലാം അള്ളാഹു വിരോധിക്കുകയാണ്. അങ്ങനെ ശരിയായ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയം അതിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടും പ്രകടിപ്പിച്ചുകൊണ്ടും ഇവിടെ ജീവിതം നയിച്ച സച്ചരിതരായ മഹാന്മാർ, ഇവിടെ ശരിയായ ഇസ്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നേരിൽ മനസ്സിലാക്കിയവരും അവരുടെ പിൻഗാമികളുമായ പണ്ഡിതന്മാർ മുഖേന ഇവിടെ ഇസ്ലാം പ്രചരിപ്പിക്കപ്പെട്ടു. ഇസ്ലാമിലേക്ക്
ധാരാളം ആളുകൾ സ്വമേധയാ കടന്നു വന്നു. ആരും പറയില്ലല്ലോ അന്ന് ഒരു നിർബന്ധിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരുത്തിയതാണെന്ന് പറയാൻ ആർക്കും കഴിയില്ലല്ലോ. ഇരിക്കട്ടെ, ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ കടന്നു വന്നു. അങ്ങനെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയമനുസരിച്ച് മുസ്ലിം ഉമ്മത്ത് അവരുടെ സാമുദായികമായി അനൈക്യമില്ലാതെ വളരെ ഐക്യത്തോടുകൂടി ഓരോ പള്ളിയിലും ഓരോ പ്രദേശത്തും ആ പ്രദേശവുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ഒറ്റക്കെട്ടായി മുസ്ലിമീങ്ങൾ ജീവിക്കുകയും മറ്റ് മതക്കാർക്ക് മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് ഒരു തെറ്റിദ്ധാരണയോ സംശയമോ ഉണ്ടാകാനുള്ള പഴുതുപോലുമില്ലാതെ വളരെ നിഷ്കളങ്കമായ ജീവിതം നയിച്ച് അവർ ഇവിടെ മാതൃകാപരമായ ജീവിതം നയിച്ച് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമുക്കറിയാം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവിടുത്തെ അജീബത്തുൽ അജീബ എന്ന ഗ്രന്ഥത്തിൽ ഒരു ചോദ്യവും മറുപടിയും ഉദ്ധരിച്ചതായി കാണാം. ആ ചോദ്യത്തിൽ പറയുന്നത്, ഞങ്ങളെ മലബാർ പ്രദേശത്തുള്ള ഭരണാധികാരികൾ അവർ അമുസ്ലിമീങ്ങളാണ്, അവരുടെ കീഴിലായി ജീവിക്കുന്നവരാണ് പ്രദേശത്തുള്ള മുസ്ലിം സഹോദരന്മാർ. പക്ഷേ മുസ്ലിം സഹോദരന്മാർക്ക് വലിയ ആദരവും അംഗീകാരവും എല്ലാം ആ ഭരണാധികാരികൾ നൽകുന്നുണ്ട്. ആ ഭരണാധികാരികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുസ്ലിമീങ്ങൾ ഇവിടെ ജീവിക്കുന്നുമുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോൾ ആ അമുസ്ലിമീങ്ങളായ ഭരണാധികാരികൾ നിശ്ചയിക്കുന്ന ജഡ്ജിമാരെയും അവരുടെ നിയമപാലകന്മാരെയും എല്ലാം അനുസരിക്കേണ്ടതുണ്ടോ എന്നാണ് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഇബ്നു ഹജറുൽ ഹൈതമി അല്ലെങ്കിൽ അബ്ദുൽ അസീസ് സംസമി തുടങ്ങിയിട്ടുള്ള അതുപോലുള്ള വലിയ വലിയ ഉസ്താദുമാരായ പണ്ഡിതന്മാരോട് സംശയം ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് അവരെല്ലാം മറുപടി പറയുന്നത്, നിങ്ങളവിടെ അതേ രൂപത്തിൽ സമാധാനപരമായി ആ അമുസ്ലിം സഹോദരന്മാരായ ഭരണാധികാരികൾക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കവിടെ ഇസ്ലാമും അതുപോലെ ഇസ്ലാമിൻ്റെ ആശയങ്ങളും അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ നിങ്ങൾ അതേ രൂപത്തിൽ തന്നെ ജീവിച്ചു കൊള്ളുക എന്നാണ് മുസ്ലിം പണ്ഡിതന്മാരായ ആധികാരികമായി ഇസ്ലാം മതം പറയാൻ കഴിവുള്ള പണ്ഡിതന്മാർ അന്ന് നൽകിയ മറുപടി എന്ന് ഇന്നും നമുക്ക് ആ ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, നമ്മുടെ കേരളത്തിൽ ഒരിക്കലും ഒരു തീവ്രവാദമോ ഭീകരവാദമോ ഒന്നും തലപൊക്കാതെ ഇവിടെയുള്ള മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമെല്ലാം സൗഹാർദ്ദത്തിൽ, ഒരു ഭാഗത്ത് അതേ കുഞ്ഞായി മുസ്ലിയാരും മങ്ങാട്ട് അച്ഛനും, ഒരു ഭാഗത്ത് ജിഫിരിത്തങ്ങളും, ഇപ്പുറത്ത് സാമൂതിരി രാജാവും, അങ്ങനെ എല്ലാവരും പരസ്പരം ഉൾക്കൊണ്ട് വളരെ സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചു വരികയായിരുന്നു ഇന്ത്യ രാജ്യത്ത്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ. അങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഇവിടെ ബ്രിട്ടീഷുകാർ ഈ രാജ്യം കൈയടക്കി, പോർച്ചുഗീസുകാർ കൈയടക്കി. അങ്ങനെ അവർ ഇവിടെ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനും രാജ്യത്തെ നശിപ്പിക്കാനുമുള്ള പല ശ്രമങ്ങളും നടത്തുകയും നമ്മുടെ രാജ്യം കട്ടുമുടിക്കാൻ വേണ്ടി ശ്രമിക്കുകയും രാജ്യത്തിന് ഒരുപാട് ആഘാതങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തു എന്നത് ഒരു വസ്തുതയാണ്. അവർ ഈ രാജ്യത്തെ ആളുകളെ ഭിന്നിപ്പിച്ച് അവരുടെ ഭരണം കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു. അതിനു വേണ്ടി മതപരമായ സ്പർദ്ധയും അതുപോലെ വർഗീയതയുമൊക്കെ ഇളക്കിവിടാനുള്ള പരിശ്രമങ്ങൾ ഈ രാജ്യം കയ്യിലാക്കി അത് എന്നും നിലനിർത്തിക്കൊണ്ടുപോകാമെന്ന് വിചാരിച്ച ആ ആംഗ്ലേയരായ ആളുകൾ ചെയ്തപ്പോൾ അതിൻ്റെ ഭവിഷ്യത്ത് നമ്മുടെ രാജ്യം പിൽക്കാലത്ത് അനുഭവിക്കേണ്ടി വന്നു. ആ കക്ഷികൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അവരുടെ തന്നെ ചില വിഷവിത്തുകൾ ഇവിടെ പാകുകയുണ്ടായി. അങ്ങനെയാണ് യാതൊരു അനൈക്യവുമില്ലാത്ത മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിക്കാൻ ചിലർ മുന്നോട്ട് വന്നത്. അനൈക്യമില്ലാത്ത മുസ്ലിമീങ്ങൾക്കിടയിൽ എന്തിനാണ് ഒരു മുസ്ലിം ഐക്യസംഘം രൂപീകരിക്കുന്നത്? ഉള്ള ഐക്യം തകർക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ ആ പരിശ്രമം. അങ്ങനെ അവർ എന്തു ചെയ്തു? അവർ മുസ്ലിമീങ്ങൾ വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തു. മുസ്ലിമീങ്ങൾ നടന്നു വരുന്ന ആചാരങ്ങളെ ചോദ്യം ചെയ്തു. നേരത്തെ സഹാബികളുടെ കാലഘട്ടം മുതൽക്ക് നിർമ്മിച്ച പള്ളികളിൽ നടന്നു വന്ന
നിസ്കാരത്തിൻ്റെ ഖുതുബയുടെ ഭാഷ മാറ്റണം എന്നവർ വാദിച്ചു. അവിടെ മക്ക മദീന അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നബിതങ്ങളിൽ നിന്ന് കണ്ടു മനസ്സിലാക്കി നടപ്പാക്കിയ നിസ്കാരത്തിൻ്റെ എണ്ണം വെട്ടിച്ചുരുക്കണം എന്നവർ വാദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ ഒന്നടങ്കം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ആർക്കും സംശയത്തിന് അവകാശമില്ലാത്ത വിധം പ്രഖ്യാപിച്ച 3 തലാഖ് ഒന്നേ സംഭവിക്കുകയുള്ളൂ എന്ന് അവർ ഒരു പുതിയ നിയമം കൊണ്ടുവന്ന് കുടുംബകലഹമുണ്ടാക്കാൻ വേണ്ടി അവർ പരിശ്രമിച്ചു. ഇതേപോലെ തന്നെ മുസ്ലിമീങ്ങൾ എപ്പോഴും അവരുടെ ഒരാഴ്ചക്കാലത്തെ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ പൊറുപ്പിക്കുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. അന്നത്തെ ദിവസത്തിൽ ഏറ്റവും വലിയ പുണ്യകർമ്മമായ ജുമുഅ അത് നഷ്ടപ്പെടുത്താൻ ആവശ്യമായ പദ്ധതികൾ രൂപീകരിച്ചു. അന്ന് മാത്രമല്ല, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടപ്പാക്കിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് മുമ്പ് തന്നെ എന്ത് തർക്കങ്ങളുണ്ടെങ്കിലും എൻ്റെ ഖുലഫാഉർ റാഷിദീങ്ങളെ പിന്തുടരണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിരിക്കെ ആ ഖുലഫാഉർ റാഷിദീങ്ങളിൽപ്പെട്ട പ്രഗത്ഭനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നടപ്പാക്കി സ്ഥിരപ്പെട്ടതാണെന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിൻ്റെ ഹദീസിൽ രേഖപ്പെടുത്തിയ ജുമഅയുടെ 2 ബാങ്ക് ഒന്ന് വെട്ടിച്ചുരുക്കി. അതേപോലെ അവർ ഓരോ കാര്യങ്ങൾ, ഇസ്ലാമിൻ്റെ ആശയങ്ങൾ അവർ വെട്ടിച്ചുരുക്കിക്കൊണ്ടേയിരുന്നു. മഹാന്മാരായ അമ്പിയാക്കളും അമ്പിയാക്കളുടെ പിൻഗാമികളും സഹാബികളും എല്ലാവരും ചെയ്ത കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന ഏർപ്പാടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്നെ നേരിൽ വിളിച്ച് ഇസ്തിഗാഥ ചെയ്യുന്ന പുണ്യകർമ്മവുമൊക്കെ അത് സഹാബികളുടെ കാലഘട്ടത്തിലും ശേഷവും യാതൊരു തർക്കവുമില്ലാതെ നടന്നു വന്ന ആചാരങ്ങളാണ്. അത്തരം ആചാരങ്ങളെ അവർ ചോദ്യം ചെയ്യുകയും അങ്ങനെ ചെയ്യുന്നവർ ഇസ്ലാമിൻ്റെ പുറത്താണ് എന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ രൂക്ഷമായ ഭിന്നതയുണ്ടാക്കാൻ ഈ ഐക്യത്തിൻ്റെ പേരിൽ രംഗത്ത് വന്ന കക്ഷികൾ ഇവിടെ പരിശ്രമിച്ചു. അവരുടെ പരിശ്രമം ഫലമായി മുസ്ലിം ഉമ്മത്ത് ഭിന്നിച്ച് തകർന്നു പോകുമെന്നും അതിൻ്റെ പുറമെ പൂർവികരായ മുസ്ലിമീങ്ങളൊക്കെ പിഴച്ചവരാണ് എന്ന് വാദിച്ച് ആ പൂർവികരുടെ വഴിവിട്ടാൽ പിന്നെ പരിശുദ്ധ ഖുർആൻ എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് മുസ്ലിമീങ്ങളെ വഴിതെറ്റിച്ച് എവിടെയെല്ലാമോ കൊണ്ടുപോയി കുഴിയിൽ ചാടിക്കുമെന്ന് മനസ്സിലാക്കിയ മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ ഉപരോധിക്കൽ, അതിനെ പ്രതിരോധിക്കൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കി നിയമപരമായ മാർഗത്തിലൂടെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത സഭയ്ക്ക് അന്ന് രൂപം കൊടുത്തത്. ആ മഹത്തായ പണ്ഡിത സഭ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഇവിടെ എന്തെല്ലാം നാശങ്ങളാണോ ബ്രിട്ടീഷുകാർ ചെയ്തു വെച്ചത്, അതിൻ്റെ പേരിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തെല്ലാം യാതനകളാണോ വേദനകളാണോ സഹിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, എത്രയോ മുസ്ലിമീങ്ങളെ ഈ കേരളത്തിൽ നിന്ന് അന്തമാനിലേക്ക് നാട് കടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള എത്രയോ ജനങ്ങളെ വെടിവെച്ച് കൊന്ന് ഈ നാട്ടിലുള്ള ആളുകളുടെ എല്ലാം വീടുകളിൽ ധാരാളം വിധവകളെയും അനാഥകളെയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പള്ളികൾ അതുപോലെ തന്നെ ബുൾഡോസർ വെച്ച് അല്ലെങ്കിൽ ബോംബ് വെച്ച് അല്ലെങ്കിൽ വെടിയുണ്ട ഉതിർത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ മുസ്ലിം ഉമ്മത്ത് അനുഭവിക്കുന്ന കാലഘട്ടത്തിലാണ് മുസ്ലിം ഉമ്മത്തിനെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി ഈ മുസ്ലിം ഐക്യസംഘം എന്ന പേരിൽ ആ സംഘടന രൂപീകരിച്ച് ഇവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഒരു ചെറിയ വിഭാഗം ആളുകൾ ഏതോ കക്ഷികളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നമ്മുടെ ഉമ്മത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമവുമായി രംഗത്ത് വന്നത്. ഇവിടെ ദുന്യവിയായ വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്കുള്ള പ്രശ്നം, അതേപോലെ തന്നെ ദീനിയായ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ആശയം തകർക്കുന്ന വിഷയം, ഈ 2 ഭീഷണികളെയും നേരിടാൻ ഒരുമിച്ച് നിൽക്കലല്ലാതെ നിർവാഹമില്ലെന്ന് മനസ്സിലാക്കി അതുവരെ അവർ മനസ്സുകൊണ്ടൊന്നിച്ചവരാണ്. അവരെല്ലാവരും പറഞ്ഞിരുന്ന പണ്ഡിതന്മാരെല്ലാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പറഞ്ഞ ആശയമൊന്നാണ്. ആശയത്തിന് വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അവരവരുടെ മുൻഗാമികളായ മഖ്ദൂമുമാരിൽ നിന്നും മുൻഗാമികളായ സാദാത്തുക്കളിൽ നിന്നും
മുൻഗാമികളായ ആലിമീങ്ങളിൽ നിന്നും അവർ പകർത്തിയെടുത്തത് തന്നെയായിരുന്നു കേരളത്തിലെ മുഴുവൻ പണ്ഡിതന്മാരും സ്വീകരിച്ചിരുന്നത്. പക്ഷേ അവർക്ക് ഒരു സംഘടന എന്ന രൂപത്തിലുള്ള ഒരു ആവശ്യം നേരത്തെ ഉണ്ടായിരുന്നില്ല. അവരവർ പറയുന്നത് ആ ഭാഗത്തുള്ള ഉലമാക്കൾ കേൾക്കും, അംഗീകരിക്കും, അതിനെ മറ്റുള്ള ഉലമാക്കൾ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് ജീവിച്ചു വന്നിരുന്നത്. പക്ഷേ അത് പോരാ. സംഘടനയിലൂടെ ദീനിനെ തകർക്കുന്നു, മുസ്ലിങ്ങളുടെ ഭൗതികമായ ഉയർച്ചകൾ തകർക്കുന്നു, മറ്റ് മതക്കാരെയും മതമില്ലാത്തവരെയും ഒക്കെ ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ സൃഷ്ടിച്ച് മുസ്ലിമീങ്ങളെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അതിനെ പണ്ഡിത നിരയിലൂടെ അതിനെ പരാജയപ്പെടുത്തണമെന്ന് മനസ്സിലാക്കി മുസ്ലിങ്ങൾക്ക് ആവശ്യമായ അസ്തിത്വം ഉണ്ടാക്കാനും മുസ്ലിങ്ങൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ രംഗത്തും മറ്റ് വിഷയങ്ങളിലും എല്ലാം മുസ്ലിമീങ്ങളെ പുരോഗതിയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ സംഘടന രൂപീകരിച്ചത്. അങ്ങനെ വലിയ വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർക്ക് സാധിച്ചു. 1926 മുതൽ 1950 വരെ ബിദ്അത്തിന്റെ നാമ്പ് എടുക്കാൻ സാധിക്കാത്ത വിധം, അഥവാ അവർ ഉദ്ദേശിച്ച ലക്ഷ്യം നേടാൻ കഴിയാത്ത വിധം, അവരെ തലപൊക്കാൻ അനുവദിക്കാത്ത വിധം വളരെ ശക്തമായ പ്രതിരോധമായിരുന്നു നമ്മുടെ പണ്ഡിത സഭ നടത്തിയിരുന്നത്. അതിനവർ സ്വീകരിച്ചിരുന്ന മാർഗം സമാധാനപരമായ അന്തരീക്ഷത്തിലുള്ള ഏറെ സമ്മേളനങ്ങളായിരുന്നു. ആ സമ്മേളനങ്ങളിലൂടെയാണ് അന്നവരേറെ ആശയങ്ങൾ ജനമധ്യത്തിൽ ഇട്ടുകൊടുക്കുകയും ജനങ്ങളെ ഉത്ബുദ്ധരാക്കുകയും ഈ തെറ്റായ പ്രവണതയിൽ നിന്ന് ജനങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. 1926 മുതൽ തുടങ്ങിയ ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി 1929 തന്നെ ഒരു പത്രം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ തുടങ്ങിയിരുന്നു. അതിൻ്റെ പേരാണ് അൽ ബയാൻ പത്രം. ഈ അടുത്ത് പരിശുദ്ധ റമദാനിൻ്റെ തൊട്ട് മുമ്പ് അൽ ബയാൻ വലിയ ഒരു ചർച്ചയായിരുന്നു. അൽ ബയാനിലുള്ള വാചകം വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളുടെ സക്കാത്ത് തട്ടിയെടുക്കണം എന്ന് ഉദ്ദേശിച്ചവർ അവസാനം അവർ മാളത്തിൽ ഒളിക്കുകയാണ് ചെയ്തത് എന്ന് ഈ അടുത്തുള്ള സംഭവം തന്നെ നമുക്ക് സാക്ഷിയാണ്. അതെന്നും അങ്ങനെ തന്നെയായിരുന്നു. പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പലപ്പോഴും ഖുർആനിന്റെ തഫ്സീറുകൾ വളച്ചൊടിച്ച്, ഖുർആനിന്റെ വ്യാഖ്യാനങ്ങൾ വളച്ചൊടിച്ച്, അതുപോലെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരുടെ ആശയങ്ങൾ വളച്ചൊടിച്ച് മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ്, മറ്റുള്ളവരെയും തെറ്റിദ്ധരിപ്പിച്ച് ഇസ്ലാമിനെ പ്രതിരോധത്തിലാക്കാനാണ് ബിദ്അത്കാർ അന്നും ഇന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സൗഹൃദപരമായ അന്തരീക്ഷത്തിൽ പോകേണ്ട മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ പഠിപ്പിച്ചു തന്ന വഴിയെങ്കിലും അതല്ല പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്ന കിതാബുകളിൽ ഉള്ളത്. തീവ്രവാദമാണ്, അതുപോലെ മറ്റിതര സഹോദരന്മാരെ വകവരുത്തണമെന്നാണെന്ന് വരെ ഇപ്പോഴും യാതൊരു ലജ്ജയുമില്ലാതെ എഴുതിവിടുന്ന കക്ഷികൾ ആ പുത്തൻവാദികളെ കൂട്ടത്തിൽ ഉണ്ട്. അവർ ഇസ്ലാം നശിച്ചാലും മുസ്ലിമീങ്ങൾ നശിച്ചാലും അവരുടെ കക്ഷി വളരണം എന്ന ചിന്തയിൽ മാത്രം, സങ്കുചിത ചിന്തയോടുകൂടി മാത്രം ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കക്ഷികളാണ്. 1929 അൽ ബയാൻ തുടങ്ങി 1950-കൾക്ക് ശേഷം ബിദ്അകൾക്ക് നിലനിൽപ്പില്ലെന്ന് തോന്നിയപ്പോൾ അവർ പലപ്പോഴും മറ്റ് ചില വഴികൾ തേടുകയായിരുന്നു. അവർക്ക് നേർക്കുനേരെ സമസ്തയെ നേരിടാൻ കഴിയില്ല, സുന്നത്ത് ജമാഅത്തിന്റെ പ്രമാണങ്ങളെ നേരിടാൻ കഴിയില്ല. അപ്പോൾ പിന്നെ വളഞ്ഞ വഴിയിലൂടെ അവർ വേറെ ചില ആളുകളുടെ കൂട്ടത്തിൽ കയറിക്കൂടി അവർ മുഖേന ഉന്നത സ്ഥാനങ്ങൾ പിടിച്ചു പറ്റി അതിലൂടെ സുന്നത്ത് ജമാഅത്തിനെ തകർക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ പള്ളികൾ പിടിച്ചെടുക്കാനുമുള്ള പരിശ്രമങ്ങൾ നടത്തിയെന്നത് കേരളത്തിൻ്റെ ഒരു ചരിത്രമാണ്. അതാരും മൂടിവെച്ചത് കൊണ്ട് കാര്യമില്ല. ഈ കോഴിക്കോട്ട് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളി ഇപ്പോൾ മുഹീദ്ദീൻ ശൈഖ് ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറയുന്ന കക്ഷികളുടെ കൈവശത്തിലാണല്ലോ ഉള്ളത്. അതേപോലെ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട ഷാദുലി പള്ളി, ആ ഷാദുലി തരീഖത്തിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന കക്ഷികളുടെ കൈവശത്തിലാണല്ലോ ഉള്ളത്. ഇതെങ്ങനെയാണ് അവരുടെ കയ്യിലേക്ക് പോയതെന്ന് എല്ലാവർക്കും അറിയാം. അവർ
അവരുടെ പ്രാമാണികമായി സുന്നത്ത് ജമാഅത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന പണ്ഡിത സഭയെ എതിർക്കാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ വേറെ ചില സംഘടനകളിൽ കയറിപ്പറ്റി അവർ മുഖേന സ്വാധീനം ചെലുത്തി അങ്ങനെ പലതും ഇവിടെ അവർ ചെയ്യുകയുണ്ടായി. അതിനെ എല്ലാം അതാതവസരങ്ങളിൽ കണ്ട് മനസ്സിലാക്കി പ്രതിരോധിക്കാനുള്ള പ്രവർത്തനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രവർത്തിച്ചത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം ജനങ്ങളുടെ ഈമാൻ സംരക്ഷിക്കുക എന്നതാണ്. കാരണം ഈമാനിനേക്കാൾ വലുതായി മുസ്ലിമീങ്ങൾക്ക് വേറെ യാതൊന്നുമില്ല. കാരണം ഏത് രോഗം വന്നാലും, ഏത് ഭീഷണികളുണ്ടായാലും, ഏത് യുദ്ധം പുറപ്പെട്ടാലും അവിടെയെല്ലാം മരണത്തോടുകൂടി ഓരോ മനുഷ്യൻ്റെയും പ്രശ്നം പരിഹരിക്കപ്പെടും. അതേസമയം സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോയാൽ ആ മനുഷ്യന് കാലകാലം അസമാധാനമാണ്. അവനൊരിക്കലും ദാറുസ്സലാം, അതേ സമാധാനത്തിൻ്റെ ലോകമായ സ്വർഗത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈമാൻ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും കൂടുതലായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റവും പ്രസക്തി നൽകിക്കൊണ്ട് പ്രവർത്തിച്ചത്. അതേ സമയത്ത് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായതെല്ലാം ആവശ്യത്തിനനുസരിച്ച് നൽകണം എന്ന ശരിയായ ബോധം നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർക്കുണ്ടായിരുന്നു. അതേപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ആ സ്ഥാനത്ത് തന്നെ പ്രവർത്തിക്കുകയുണ്ടായി. സമസ്തയുടെ പേരിൽ പ്രാമാണികമായി നേരിടാൻ കഴിയാത്തതിനാൽ ചില വ്യക്തിഹത്യകളും അതേപോലെ തന്നെ ഇല്ലാത്ത ആരോപണങ്ങളും പറഞ്ഞ് സമസ്തയെ തകർക്കാനാണ് അന്നും ഇന്നും സമസ്തയുടെ വിരോധികൾ പരിശ്രമിച്ചതെന്ന് ചരിത്രം മനസ്സിലാക്കുന്ന ആർക്കും അറിയാം. ഇന്ത്യ രാജ്യത്ത് ബ്രിട്ടീഷുകാരെ തുരത്താൻ വേണ്ടി മുൻപന്തിയിൽ നിന്ന ചില പണ്ഡിതന്മാർ അവരുടെ ഭാഷ പോലും താൽക്കാലികമായി ബഹിഷ്കരിക്കണമെന്ന് ചില സ്ഥലങ്ങളിൽ പറഞ്ഞപ്പോൾ, അതുപോലെ തന്നെ ഈ പുത്തൻവാദികൾ ചില സ്ഥലങ്ങളിൽ മദ്രസ എന്ന പേരിൽ ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി ഇസ്ലാമിൻ്റെ അടിത്തറ തകർക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ മദ്രസയെ എതിർത്തിരുന്ന കാര്യം എടുത്തുദ്ധരിച്ചുകൊണ്ട് മദ്രസയ്ക്ക് ഇവർ എതിരാളികളാണ്, അതുപോലെ ഭാഷയ്ക്കെതിരാളികളാണ് എന്നിങ്ങനെയുള്ള ശുദ്ധമായ കളവുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഈ സമുദായത്തെ ശിഥിലീകരിക്കാൻ ഈ പുത്തൻവാദികളായ കക്ഷികൾ പരിശ്രമം നടത്തിയത്. അൽഹംദുലില്ലാ, അതിനെയെല്ലാം പ്രതിരോധിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചിന്തിക്കുകയും അതേപോലെ പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയാണ് 1954 സമസ്ത കേരള സുന്നി യുവജന സംഘം എന്ന മഹത്തായ ഒരു സംഘടന സമസ്തയുടെ കീഴിൽ രൂപീകരിക്കപ്പെട്ടു. ആ സംഘടനയുടെ പ്രവർത്തനം സജീവമായി വന്നപ്പോൾ ഇവിടെ ബിദ്അത്തുകാർക്ക് തീരെ നിൽക്കക്കള്ളിയില്ലാതെയായി. അതിൻ്റെ ശേഷം തലമുറ വലുതാകുന്നതിന് മുമ്പ് തന്നെ, അതേ ചെറുപ്പക്കാരായി വളരുന്നതിന് മുമ്പ് വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ കുട്ടികളുടെ ഈമാൻ നശിപ്പിച്ച് ഇവിടെ ഇസ്ലാമിനെ തകർക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ 1973 കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻറ് ഫെഡറേഷൻ രൂപീകരിക്കപ്പെട്ടു. ഈ രണ്ട് സംഘടനകളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനോടനുബന്ധിച്ച് നേരത്തെ തന്നെ നമ്മുടെ ചെറിയ ഇളം തലമുറക്ക് ആവശ്യമായ അറിവുകൾ വേണ്ടതുപോലെ നൽകാൻ ഉള്ള സംവിധാനമായി നമ്മുടെ വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ച് അങ്ങനെ ആയിരക്കണക്കിന് മദ്രസകൾ നിർമ്മിച്ച് ഇവിടെ കുട്ടിക്കാലത്തു തന്നെ വിദ്യാർത്ഥികളെ ഇസ്ലാമിക ആശയത്തിൽ കൊണ്ടുവരാനുള്ള പരിശ്രമം നടത്തി. മറുഭാഗത്ത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് കടന്നു. നമുക്കറിയാവുന്നതുപോലെ സിറാജ് ദിനപത്രം 1984 പ്രവർത്തനം ആരംഭിച്ചു. സുന്നി വോയിസ് ദൈവാരിക 1982 പ്രവർത്തിച്ചു. അതിനു മുമ്പ് സുന്നി ടൈംസ് എന്ന പേരിൽ പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അത് ചിലർ റാഞ്ചിക്കൊണ്ടുപോകാനുള്ള പരിശ്രമം നടത്തിയപ്പോൾ പേര് മാറ്റി സുന്നി വോയിസ് ആക്കി മാറ്റി അതിൻ്റെ പ്രവർത്തനം നടത്തി. റിസാല വാരിക SSFൻ്റെ കീഴിൽ 1983 മുതൽ ആരംഭം കുറിച്ചു. 1973 മുതൽ സുന്നത്ത് മാസികയുടെ പ്രവർത്തനങ്ങൾ നടന്നു. നമ്മുടെ
സംഘടനാ രംഗത്ത്, പിന്നീട് ജമിയത്തുൽ മുഅല്ലിമീനും അതുപോലെ സുന്നി വിദ്യാഭ്യാസ ബോർഡും, അങ്ങനെ ഓരോ കാലഘട്ടത്തിലും ആവശ്യമായ പരിഷ്കരണങ്ങളോടുകൂടി സംഘടനകൾ രൂപീകരിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ചെയ്തു. നമ്മുടെ സംഘടന വളരെ സുശക്തമായി വളർന്നു. മഹാനായ ശൈഖുന ഉസ്താദ് അവറുകൾ, നമ്മുടെ നേതാക്കൾ നമ്മുടെ ഈ മഹത്തായ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അള്ളാഹു അവരുടെ ദീർഘായുസ് കൊണ്ടും ആഫിയത്ത് കൊണ്ടും ഹിമ്മത്ത് കൊണ്ടും ഈ ഉമ്മത്തിന് എല്ലാവർക്കും ഈ രാഷ്ട്രത്തിനും വലിയ അനുഗ്രഹം നൽകുമാറാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അള്ളാഹു തആല അവരുടെ ദീർഘായുസ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. മഹാനായ റയീസുൽ ഉലമയും നമ്മുടെ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വഅലൈക്കും അസ്സലാം. അൽഹംദുലില്ലാ. എല്ലാവർക്കും ഇരിക്കാം. നമ്മുടെ സംഘടന, എല്ലാ സംഘടനകളും വളരെയേറെ വികസിച്ചപ്പോൾ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ആവശ്യം വിപുലീകരിക്കണമെന്ന് നമ്മുടെ പണ്ഡിതന്മാർ തീരുമാനിച്ചതനുസരിച്ച് കേരള മുസ്ലിം ജമാഅത്ത് 2015 കാലത്ത് രൂപീകരിക്കപ്പെട്ടു. അങ്ങനെ നമ്മുടെ സംഘടനകളെല്ലാം ഒരു കുടക്കീഴിലായി സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ. അതിനിടയിൽ ഈ പണ്ഡിത സഭയെ തന്നെ തകർത്ത് കളയാനെന്തുണ്ട് വഴി എന്ന് ചിന്തിച്ചുകൊണ്ട് പിന്നാമ്പുറത്ത് ബിദഈകൾ പല പരിശ്രമങ്ങളും നടത്തി. അതിൻ്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയം തന്നെ തകർക്കാമെന്നായിരുന്നു അവർ കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ ദീൻ, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. യാതൊരു പതറലുമില്ലാതെ മഹാനായ താജുൽ ഉലമയുടെയും അതുപോലെ സുൽത്താൻ ഉലമയുടെയും നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിയമപരമായി ആവശ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ട് പുനഃസംഘടിപ്പിച്ച് നേരത്തെ നമ്മുടെ പണ്ഡിതന്മാർ കൊടുത്തിരുന്ന ഫത്വകൾ, നമ്മുടെ പണ്ഡിതന്മാർ അനുവർത്തിച്ചു വന്ന നയങ്ങൾ, അതിലൊരു അണുവളവ് വ്യത്യാസം വരുത്താതെ നമ്മുടെ പണ്ഡിതന്മാർ ഈ മഹത്തായ പ്രസ്ഥാനത്തെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി. ഈ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് ശരിയായ രാഷ്ട്രീയ അവബോധമുണ്ടാക്കി. നമ്മളൊരു കക്ഷി രാഷ്ട്രീയത്തിനു വേണ്ടി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതുപോലെ ഒരു രാഷ്ട്രീയ സംഘടന രൂപീകരിച്ചിട്ടില്ല, രൂപീകരിക്കണമെന്ന് ഇന്നേ വരെ ചിന്തിച്ചിട്ടുമില്ല. പക്ഷേ പല ആരോപണങ്ങളും ഉന്നയിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ആളുകൾക്ക് ശരിയായ രാഷ്ട്രീയ അവബോധമുണ്ടാക്കാൻ ഈ മഹത്തായ സംഘടനക്ക് സാധിച്ചു. ഇവിടെ മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാവുന്ന വിധം നമ്മുടെ ഈ ബഹുസ്വര രാജ്യത്ത് ഒരു പ്രത്യേക മതത്തിൻ്റെ കീഴിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമായി, ഒരു മതരാഷ്ട്രവാദമായി ആരെങ്കിലും രംഗത്ത് വന്നെങ്കിൽ അവരെ എല്ലാം ശരിക്കും സമൂഹത്തിന് ബോധ്യപ്പെടുത്തി ഇസ്ലാമും മുസ്ലിമീങ്ങളും പ്രതിരോധത്തിലാകാത്ത വിധം എല്ലാവർക്കും ശരിയായ ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മുടെ സംഘടനക്ക്, നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർക്ക്, നേതൃത്വം നൽകുന്നവർക്ക് സാധിച്ചു. ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കിയും അതേപോലെ തന്നെ സ്കൂളുകൾ, കോളേജുകൾ, അങ്ങനെ പോയി നോളേജ് സിറ്റി വരെ വിദ്യാഭ്യാസ രംഗത്തുള്ള വലിയ വിപ്ലവം നടത്താൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ. ഇസ്ലാമിക വിദ്യാഭ്യാസം നൽകുന്നവർക്ക് കൃത്യമായി അക്കാഡമിക് വിദ്യാഭ്യാസവും കൂടി നൽകി അതിന് കൃത്യമായ രൂപരേഖയുണ്ടാക്കി
നേതൃത്വം കൊടുക്കാൻ ജാമിയത്തുൽ ഹിന്ദ് ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ രൂപത്തിൽ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് വളരെ സുശക്തമായി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഏകജാലകത്തിലൂടെ വിദ്യാർത്ഥികളെ 8ാം ക്ലാസ്സിലേക്കും 11ാം ക്ലാസ്സിലേക്കും ചേർത്ത് വളരെ മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ കീഴ്ഘടകങ്ങളിലൂടെ എവിടെയാണോ ജനങ്ങൾക്ക് പ്രശ്നമുള്ളത്, പ്രയാസങ്ങളുള്ളത്, അവിടെ സാന്ത്വന പ്രവർത്തനങ്ങളായും അവിടെ വീട് നിർമ്മിച്ചു കൊടുക്കലായും അങ്ങനെ കണ്ണീരൊപ്പുന്ന പ്രവർത്തനങ്ങൾ ധാരാളമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഇന്നും അതിൻ്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ എത്രയോ അനാഥകൾക്കും അഗതികൾക്കും പാവപ്പെട്ടവർക്കും തണലായി പ്രവർത്തിക്കാൻ ഈ മഹത്തായ സംഘടനയ്ക്ക് സാധിച്ചു. സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ നല്ല കേൾപ്പുറ്റ പണ്ഡിതന്മാരെയും കേൾപ്പുറ്റ ആളുകളെയും വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ എല്ലാം ഇരുത്തേണ്ടടുത്ത് ഇരുത്താൻ മാത്രം വലിയ പ്രഗത്ഭരായ ആളുകളെ സമസ്ത കേരള ജമിയത്തുൽ നമ്മുടെ മുശാവറ നോക്കിയാൽ അതിൽ നിങ്ങൾക്ക് അഡ്വക്കറ്റിനെ കാണാം, അതേപോലെ തന്നെ ഡോക്ടറേറ്റ് എടുത്ത ധാരാളം ആളുകളെ കാണാം. അങ്ങനെ ഏത് വിഷയത്തിലും കേൾപ്പുറ്റ ആളുകളെ വളർത്തിയെടുക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിച്ചു. സൗഹൃദവും സമാധാനവും നമ്മുടെ ഏറ്റവും വലിയ മുഖമുദ്രയാണ്. അതിനുവേണ്ടി പ്രായമുള്ള സമയത്തും കേരളത്തിൻ്റെ ഒരറ്റം മുതൽ അങ്ങേയറ്റം വരെ 2 പ്രാവശ്യം മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ കേരള യാത്ര നടത്തി ജനങ്ങളുടെ മനസ്സുകൾ ഇണക്കാൻ വേണ്ടി, കോർത്തിണക്കാൻ വേണ്ടി വലിയ പരിശ്രമം നടത്തി. അതേപോലെ മതരാഷ്ട്രീയ കാര്യങ്ങളുടെ പേരിലെല്ലാം എവിടെ സമാധാനം തകരുന്നുവോ അവിടെയെല്ലാം സമസ്ത ഇടപെടുകയും ആവശ്യമായ കാര്യങ്ങൾ ഇടപെട്ട് പരിഹരിക്കാനും വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ സൗഹൃദം കാത്തു സൂക്ഷിച്ച് കേരളത്തിലും പുറത്തും സമാധാനമുണ്ടാക്കാൻ വേണ്ടി ഇന്നേ വരെ പ്രവർത്തിച്ച ഈ മഹത്തായ സംഘടന അത് 100ന്റെ നിറവിൽ ഇപ്പോൾ ഒരുപാട് ലക്ഷ്യങ്ങളുമായി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ്. നാളെ സ്ഥാപക ദിനമാണ്. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ അഥവാ ഇന്നലത്തെ സാഹചര്യത്തിൽ എന്ന് വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. അതേ സാഹചര്യത്തിൽ സമാധാനം ലോകം മുഴുക്കെ നശിക്കുമോ എന്ന് തോന്നുന്ന ഭീതികരമായ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു സമാധാന സമ്മേളനം സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രഖ്യാപിച്ചത്. ഇതിൽ ഏറ്റവും വലിയ ഇനം നേരത്തെ ബഹുമാനപ്പെട്ട പൊന്മുള ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. ഇന്ന് രാവിലെ ഈ വിദ്യാർത്ഥികൾ ചോദിച്ചു, ഇനിയിപ്പോൾ പരിപാടി ഉണ്ടോ? കാരണം സമാധാനമായില്ലേ? ഞാൻ ചോദിച്ചു, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്ന് ഹിദായത്തുള്ളവർ തന്നെയല്ലേ പ്രാർത്ഥിക്കാറുള്ളത്? നമുക്ക് ആ ഹിദായത്ത് നിലനിന്ന് കിട്ടണ്ടേ? സമാധാനം എന്നും നിലനിന്ന് കിട്ടണ്ടേ? അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും സമാധാനത്തിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയും, ഒരിക്കലും യുദ്ധമല്ല പരിഹാരം, സമാധാനമാണ് ഏത് വിഷയത്തിനും പരിഹാരമെന്നും ലോകത്തിൻ്റെ നിലനിൽപ്പിനതാണ് ആവശ്യമെന്നും സമൂഹത്തെ ബോധ്യപ്പെടുത്താനും അതിനുവേണ്ടി ജനങ്ങൾക്ക് പ്രചോദനം നൽകാനും എല്ലാവർക്കും അതിനുവേണ്ടിയുള്ള ആവശ്യമായ അറിവ് നൽകാനുമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ മഹത്തായ വേദി സംഘടിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതാക്കൾക്ക് ഇനിയും വളരെ ആരോഗ്യത്തോടെ ഹിമ്മത്തോടെ മുസ്ലിം ഉമ്മത്തിനും രാഷ്ട്രത്തിനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും സർവ്വ നന്മകളും വിതറാനുള്ള ഭാഗ്യം വർദ്ധിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. ഇനി നമുക്ക് അടുത്ത വർഷം സമസ്തയുടെ 100ാം വാർഷികത്തിൻ്റെ സമസ്ത സെന്റിനറിയുടെ പരിപാടികളുമായി മുന്നോട്ട് പോകണം. അതിനെല്ലാം നമ്മൾ ആവേശത്തോടെ ഉൾക്കൊണ്ട് പോകേണ്ട സമയമാണിത് എന്ന് എല്ലാ പണ്ഡിതന്മാരെയും പ്രവർത്തകരെയും ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മുടെ മുൻഗാമികളായി നമുക്ക് നേതൃത്വം നൽകിയ താജുൽ ഉലമ, നൂറുൽ ഉലമ, കൻസുൽ ഉലമ മുതൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മുഴുവൻ ആലിമീങ്ങളെയും സയ്യിദന്മാരെയും പ്രവർത്തകരെയും സഹായികളെയും സഹകാരികളെയും നമ്മയും അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.